اللهم ارحمنا يا ارحم الراحمين 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 الهي انت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي കാരുണ്യവാനായ റഹ്മാനായ റബ്ബ് അനുഗ്രഹീതമായ ഈ വിശുദ്ധ റമദാനിന്റെ റഹ്മത്തിന്റെ ദിവസങ്ങളെ കബൂൽ ചെയ്യുമാറാകട്ടെ. റഹ്മത്തിന്റെ കേദാരങ്ങളിൽ ഉൾപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. സമൂഹത്തിലെ എല്ലാ വിഭാഗം ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ പ്രസ്ഥാനത്തിന്റെ സഹകാരികൾക്കും അല്ലാഹു ശാന്തിയും സമാധാനവും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ചാരിറ്റി വില്ലേജിലെ സാധുക്കളായ മക്കളോടൊപ്പമുള്ള ഈ ദിവസത്തെ ദുആയിൽ പ്രതീക്ഷയോടെ നിയത്ത് ചെയ്ത് വസിയത്ത് ചെയ്തിട്ടുള്ള വർഷങ്ങളായി പ്രസ്ഥാനത്തിന്റെ സഹകാരികളായിട്ടുള്ള ആറ്റിങ്ങൽ സലീന എന്ന സഹോദരി, അവരുടെ ഭർത്താവ് ഹാഷിം സാഹിബ്, അവരുടെ കുടുംബത്തിനെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഹൈറും ബറക്കത്തും അള്ളാഹു റബ്ബുൽ ആലമീൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഷ്യ ഇന്നത്തെ ദിവസം ഈ സാധുക്കളായ മക്കൾക്ക് നമുക്കുമെല്ലാം നോമ്പ് തുറപ്പിക്കുന്ന അവരുടെയും കുടുംബത്തിന്റെയും നെയ്യത്തിനെ അള്ളാഹു പരിപൂർണ അർത്ഥത്തിൽ സഫലമാക്കുമാറാകട്ടെ. എല്ലാ വിഷമതകളെയും പ്രയാസങ്ങളെയും അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. മക്കളെല്ലാം സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കട്ടെ. അവരുടെ കാര്യത്തിലെല്ലാം ഈ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന എല്ലാ സന്തോഷത്തിന്റെയും വഴികളെ അല്ലാഹു റബ്ബുൽ ആലമീൻ തുറന്നു കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ രണ്ടുപേർക്കും എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ പനവൂർ അൽ അമീൻ എന്ന സഹോദരന്റെ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യവും ബറക്കത്തും അല്ലാഹു നൽകുമാറാകട്ടെ. പരിപൂർണമായ രോഗശാന്തിയും ശിഫയും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ എന്റെ കുടുംബത്തിൽപ്പെട്ട അഴിക്കോട് നഫീസത്ത് ബീവി എന്ന മാവി, അവരുടെ 2 കാലിന്റെ മുട്ടിനും വല്ലാതെ നീര് വന്നിട്ട് നിന്ന് നമസ്കരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കറുത്ത നിറത്തിലായി ആകെ വിഷമത്തിലാണ്. ആ വിഷമങ്ങളെല്ലാം മാറി നല്ല ആരോഗ്യാവസ്ഥയിൽ നിന്ന് നമസ്കരിക്കാൻ കഴിയുന്ന ഒരു ആരോഗ്യത്തിലേക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ അവരെ എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ ഹലാലായ ആഗ്രഹങ്ങളെ അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. ബുദ്ധിമുട്ടിനെ അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിലെ ക്യാൻറ്റീൻ ഉത്തരവാദിത്വം വഹിക്കുന്ന പാലോട് സിയാദ് എന്ന സഹോദരന്റെ മാതാവ് സുൽഫത്ത് ബീവി മരണപ്പെട്ടിട്ട് 23 വർഷം ഇന്ന് തികയാണ്. അല്ലാഹു മഗ്ഫിർ ലഹ, ആ മാതാവിന് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അതുപോലെ അദ്ദേഹത്തിന്റെ അളിയൻ പെരിങ്ങമല അൻസറിന് എല്ലാവിധ ഹൈറും ബറക്കത്തും അല്ലാഹു കൊടുക്കുമാറാകട്ടെ. സമാധാനവും സന്തോഷവും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അതുപോലെ അഴിക്കോട് ജുഹീന എന്ന സഹോദരിയുടെ ഭർത്താവ് ഷാജി, അവരുടെ പിതാവ് ശുലാം മുഹമ്മദ്, മാമ ഹനീഫ, എല്ലാവർക്കും എല്ലാവിധ ഹൈറും ബറക്കത്തും അല്ലാഹു നൽകുമാറാകട്ടെ. സന്തോഷം നൽകുമാറാകട്ടെ. വാളക്കാട് നവാസ് എന്ന സഹോദരന്റെ മകൻ ഷംനാദ് ഖാൻ എന്നവരുടെ ജോലിയിൽ എല്ലാവിധ ഹൈറും ബറക്കത്തും അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകി അനുഗ്രഹിക്കട്ടെ. സന്തോഷവും സമാധാനവും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അതുപോലെ കീഴായിക്കുളം ജുമൈറത്ത് ബീവി കിഡ്നി സംബന്ധമായ ബുദ്ധിമുട്ട് കാരണം ചെക്കപ്പിന് പോവുകയാണ്.
നോർമൽ ആകുന്നതിനും ഇപ്പോഴുള്ള രോഗങ്ങൾ പരിപൂർണമായി മാറിക്കിട്ടാനും ദുആ ചെയ്യാൻ പറഞ്ഞ കാര്യം അല്ലാഹു കബൂൽ ചെയ്യട്ടെ, സഫലമാകട്ടെ. അതിന്റെ പേരിൽ അവർ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു മോചനം കൊടുക്കട്ടെ, സമാധാനം കൊടുക്കട്ടെ. തിരുവനന്തപുരം ഹാഫിസ് റഹ്മാൻ എന്ന സഹോദരന്റെ അനിയത്തിക്ക് ഒരു ട്രീറ്റ്മെന്റ് നടക്കുകയാണ്. അടുത്ത മാസം ഒരു സർജറിയാണ്. എല്ലാം നന്നായി അല്ലാഹു മാറ്റി കൊടുക്കട്ടെ, സമാധാനം കൊടുക്കട്ടെ, ശിവ കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, ഖൈർ കൊടുക്കട്ടെ. പുതൂർ സക്കീർ ഹുസൈൻ എന്ന സഹോദരന്റെ ജോലിയിൽ എല്ലാവിധ ഖൈറും ഉയർച്ചകളും അല്ലാഹു നൽകട്ടെ, ബറക്കത്ത് നൽകുമാറാകട്ടെ, ശാരീരിക സുഖവും മനസ്സമാധാനവും അല്ലാഹു നൽകുമാറാകട്ടെ. അതുപോലെ മണലിപ്പുക്ക് അബ്ദുസലാം എന്ന സഹോദരന്റെ രോഗം അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അവരുടെ ഭാര്യ ആരിഫ എന്ന സഹോദരിയുടെ അസുഖവും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. അവരുടെ മകൻ ഷംനാദിന് ശാരീരികവും മാനസികവും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. ചെറുമകനായ മുഹമ്മദ് സാദിഖ്, അതുപോലെ സാദിഖിന് നല്ല ശമ്പളമുള്ള ഒരു ജോലി അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. മരുമകൻ ഷറഫുദ്ദീൻ ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. ശമ്പളം കിട്ടാതിരിക്കുന്നതിന്റെ എല്ലാ തടസ്സങ്ങളെയും മാറ്റി എത്രയും വേഗം അവരുടെ വിഷമം അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. വെഞ്ഞാറമൂട് സഫിയ ബീവി എന്ന സഹോദരിയുടെ രോഗം മരുന്ന് കൊണ്ട് മാറിക്കിട്ടുന്നതിനും രോഗം ശിഫയാകുന്നതിനും ദീർഘായുസിനും വേണ്ടി ഇവരെ നിയത്ത് ചെയ്തതും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പരിപൂർണമായ ശിഫയും സമാധാനവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ ആസാദ് സാഹിബിന്റെ സുഹൃത്ത് ബന്ധു റാസൽ ഖൈമയിലുള്ള സക്കിയ എന്ന സഹോദരി, അവർക്ക് എല്ലാവിധ ആഫിയത്തും ആയുരാരോഗ്യവും ബറക്കത്തും അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകുമാറാകട്ടെ. അതുപോലെ കഴിഞ്ഞ ദിവസം ഈ സ്ഥാപനത്തിന്റെ സാമ്പത്തികമായ പ്രതിസന്ധിയുടെ കാര്യത്തിൽ പൊതുജന സമക്ഷം സമർപ്പിച്ച സഹായ അഭ്യർത്ഥനയോട് സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്നേഹപൂർവ്വം പങ്കെടുത്ത, അതിനോട് സംബന്ധിച്ച, അതിനെ സ്വീകരിച്ച എല്ലാ ആളുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇവരുടെ നിയ്യത്തുകൾ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ അല്ലാഹു സഫലമാക്കി കൊടുക്കുമാറാകട്ടെ. മറ്റെന്തെല്ലാം സതുദ്ദേശങ്ങളുമായി ഈ പ്രസ്ഥാനത്തിനോട് ഈ സാധു മക്കളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടോ, ചെറുതും വലുതുമായ സംഭാവനകൾ സഹായങ്ങൾ നൽകിയവരുണ്ടോ, അതിനെയൊക്കെ റഹ്മാനായ റബ്ബിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് കബൂൽ ചെയ്ത് സ്വീകരിക്കട്ടെ. ആമീൻ آمين آمين برحمتك يا أرحم الراحمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. أرحم الرحيم يا الله ദയാലുവായ റഹ്മാനെ, കാരുണ്യകടലായ അല്ലാഹ്, ഞങ്ങളെ സ്വീകരിക്കണം റഹ്മാനെ. കരുണാവാരിധിയായ റബ്ബേ, ഏതെല്ലാം ഹലാലായ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, മുറാദുകൾ മനസ്സിൽ കരുതിക്കൊണ്ട് ആരെല്ലാം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ, അവരുടെ മുഴുവൻ ഹലാലായ മുറാദുകളെ, ആഗ്രഹങ്ങളെ നീ സഫലമാക്കി കൊടുക്കണം അല്ലാഹ്. സന്തോഷവും സമാധാനവും നിലനിർത്തി കൊടുക്കണം അല്ലാഹ്. ആയുരാരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാഹ്.
ജീവിതത്തിൽ നീ അഭിവൃദ്ധി നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. പടച്ച റബ്ബേ, എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് അവിടെ നിന്നെല്ലാം ആരെല്ലാം ദുആ വസിയത്ത് ചെയ്തോ, അവിടെ മനസ്സിന്റെ മുറാദുകളെ, വേദനകളെ, പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ, കടബാധ്യതകളെ, ബുദ്ധിമുട്ടുകളെ, ഞെരുക്കങ്ങളെ ഒക്കെ അറിയുന്ന റബ്ബേ, അതെല്ലാം നീ സഫലമാക്കണം അല്ലാ, നീ സഫലമാക്കി കൊടുക്കണേ അല്ലാ. പടച്ച റബ്ബേ, കാരുണ്യവാനായ റഹ്മാനേ, ഒരുപാട് വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന പലരും ഉണ്ട് റബ്ബേ, ഒക്കെ നീ മാറ്റണം അല്ലാ. അല്ലാഹുവേ, ജോലിയിലും ഉദ്യോഗത്തിലും വരുമാനത്തിലും വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലൊക്കെയായി പലതരത്തിലുള്ള വിഷമങ്ങളും ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് റബ്ബേ. ഈ പ്രസ്ഥാനത്തിന്റെ ഇന്നേ വരെയുള്ള സഹായികൾ ചെറുതും വലുതുമായ ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി പല രൂപത്തിൽ ഈ പ്രസ്ഥാനത്തിനെ സഹായിച്ച പലരുമുണ്ട് റബ്ബേ. അവരെല്ലാവരെയും ദുനിയാവിലും ആഖിറത്തിലും നീ സഹായിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഇന്നത്തെ ദിവസവും ഈ സ്ഥാപനത്തിലെ നോമ്പുകാരെ നോമ്പ് തുറപ്പിക്കാൻ സഹകരിച്ചവരാരെല്ലാം ഉണ്ടോ അല്ലാഹുവേ, അവരുടെ നിയ്യത്തിനെ നീ ഖബൂൽ ചെയ്യണം അല്ലാഹ്. ആ കുടുംബത്തിനെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരുടെ ഉപജീവന വഴിയിൽ കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. നിന്റെ പരിശുദ്ധ ഖുർആൻ വ്യത്യസ്തമാക്കാൻ പുറപ്പെട്ട ആ മകനിന്ന് പകുതി വഴിയിലാണ് റബ്ബേ. ആ ഖുർആൻ പൂർണ്ണമായി പഠിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. പടച്ചവനെ, ബാക്കിയുള്ള മക്കളെയും എല്ലാ മക്കളെയും നീ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കണം അല്ലാഹ്. ഹാഫിളീങ്ങളും ഹാഫിളാത്തുകളും ആലിമീങ്ങളും ആക്കണേ അല്ലാഹ്. സമാധാനം നൽകണം അല്ലാഹ്. മരണപ്പെട്ടു പോയ വേണ്ടപ്പെട്ടവരായ കുടുംബാദികൾ അവിടെയെല്ലാം അന്ത്യവിശ്രമം കൊള്ളുന്നു, നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളുടെ പിതാവ്, മാതാവ്, വേണ്ടപ്പെട്ടവർ, ഉസ്താദുമാർ, ഭാര്യസന്താനങ്ങൾ, സഹോദരങ്ങൾ പലരും നിന്നിലേക്ക് വന്നവരുണ്ട് റബ്ബേ. അവർക്കെല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാഹ്. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരിൽ പെടുത്തണേ അല്ലാഹ്. സന്തോഷകരമായ ധന്യമായ പരലോകം നൽകണം അല്ലാഹ്. ധന്യമായ പരലോകം നൽകണേ അല്ലാഹ്. ആയുരാരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാഹ്. കാരുണ്യവാനായ റഹ്മാനേ, അല്ലാഹുവേ, ഈ സ്ഥാപനത്തിലെ ഈ സാധുക്കളായ മക്കൾക്ക് വേണ്ടി വിവിധങ്ങളായ സഹായങ്ങൾ നൽകിയിട്ട് ഈ ദിവസത്തിലും പേര് പറഞ്ഞും അല്ലാതെ ദുആ ചെയ്യാൻ പറഞ്ഞ ആരെല്ലാം ഉണ്ടോ, ഇവിടെ നിയ്യത്തുകൾ ഒന്നുപോലും നീ നഷ്ടപ്പെടുത്തല്ല അല്ലാഹ്. സഫലമാക്കണേ അല്ലാഹ്. ഈ ദുആഇനെ നീ ഖബൂലാക്കണം റഹ്മാനേ. പടച്ചവനെ, ഇതിന്റെ സഹായികൾ, സഹകാരികൾ, ഇന്നേവരെ ഇതിനു വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെട്ടവർ, പ്രവാസ ലോകത്തിലുള്ളവരുണ്ട് റബ്ബേ. അവിടെ അവരുടെ പുതിയ സംരംഭങ്ങൾ, സ്കൂൾ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ, കച്ചവട സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഞെരുക്കത്തിലും പ്രതിസന്ധിയിലും നീങ്ങുന്നു റബ്ബേ. അതിനെ വേണ്ടതുപോലെ നീ പരിഹരിക്കണേ അല്ലാഹ്. റിസ്കിന്റെ റഹ്മത്തിന്റെ കവാടങ്ങളെ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ഈ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. اللهم ربنا لا تردن أيدينا خائبين بسبب ذنوبنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم ارحمنا يا أرحم الراحمين. اللهم ارحمنا يا أرحم الراحمين. اللهم ارحمنا يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.